രണ്ട് അഭിനേതാക്കൾ, അതിഗംഭീര പെർഫോമേഴ്സ്. രണ്ട് പേർക്കും നാടകത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവരിങ്ങനെ സിനിമയിൽ ഒന്ന് അറിഞ്ഞ് പെർഫോം ചെയ്താൽ അതെങ്ങനെ ഇരിക്കുമെന്നറിയോ? ആ ക്യാരക്ടേഴ്സിൻ്റെ അത്രയും കോർ പെയിൻ കാണിക്കുക, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് കാണിക്കുക, മാനസികമായിട്ടുള്ള അവരുടെ പിരിമുറുക്കങ്ങൾ, കയറ്റിറക്കങ്ങൾ, ഇതൊക്കെ ഏറ്റവും നാച്ചുറലായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് റോന്ത് കാണാൻ പോവാം. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും തകർത്തിട്ടുണ്ട്. അവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം ഇവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തതാണ്. അമ്മാതിരി പെർഫോമൻസ്. പക്ഷേ അവരുടെ പെർഫോമൻസിനെ കവച്ചു വെക്കുന്ന മറ്റൊരു സംഭവം ഈ സിനിമയിലുണ്ട്. ഞാൻ പറയുന്നത് റോന്ത് എന്നെ സംബന്ധിച്ച് ഒരു ഫാന്റാസ്റ്റിക് പടമാണ്. പക്ഷേ ഒരു ചെറിയ കാര്യമുണ്ട്. ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി വന്ന സമയത്ത് തൂങ്ങി മരിക്കുന്ന ആൾക്കാരുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൂങ്ങി മരിക്കുന്നൊരു ദൃശ്യം, അതുപോലെ മരിച്ചൊരാളെ വെള്ളത്തിൽ നിന്ന് കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൃശ്യം, കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇത് സിനിമയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമാക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ രണ്ട് പോലീസുകാരുടെ ഒരു രാത്രിയിലെ, അവരുടെ ഏറ്റവും ദുരിതം പിടിച്ചൊരു രാത്രിയിലെ യാത്രകളും കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പെയിൻ, അതിൻ്റെ ഒരു ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ അത് കാണിക്കേണ്ടതുണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരം കാഴ്ചകൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിസ്റ്റർബിംഗ് ആയി തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു സിനിമയാണെന്നും അത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ ഒരു ഇംപ്രഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി കാണാനാണെങ്കിൽ ആ മേക്കിങ്ങിനെ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റും. സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഈ ദിലീഷ് പോത്തനെയും റോഷൻ മാത്യുവിനെയും കവച്ചു വെക്കുന്ന ഒരു സാധനം സിനിമയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ സിനിമയുടെ തിരക്കഥയാണ്. അതിഗംഭീരമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള രണ്ട് പോലീസുകാർ രാത്രി റോന്തിനിറങ്ങുന്നു, അവർ കാണുന്ന കാഴ്ചകൾ, അതിൽ രസമുള്ളതുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവിടെ ഇവിടെയായിട്ട് പ്രിഡിക്റ്റബിളായി തോന്നുന്ന എലമെൻസും ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള രാത്രി പുറത്തിറങ്ങുന്ന പോലീസുകാരുടെ കാഴ്ചകൾ വളരെ പരിമിതമാണ്. ഇത്രയൊക്കെയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇറക്കം ശരിക്കും ഒരു പോലീസുകാരൻ അനുഭവിക്കാനിടയുള്ള സാഹചര്യങ്ങളെന്നൊക്കെ പറഞ്ഞത് കാണിക്കുമ്പോൾ അത്രയും കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡയലോഗ്സിലൂടെ അവർ കൊണ്ടുവരുന്ന പൊളിറ്റിക്സ് ഉണ്ട്, പോലീസിങ്ങും എന്ന് പറയുന്ന ഒരു കോൺവെർസേഷനൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് നല്ല കയ്യൊതുക്കത്തോടുകൂടി അവതരിപ്പിക്കുക എന്ന് പറയില്ലേ. ഈ രണ്ട് ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഈ സിനിമയിലെ പല ക്യാരക്ടേഴ്സിനെ, ഇപ്പോൾ ദിലീഷ് പോത്തനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത് ലക്ഷ്മിയാണ്. അവരുടെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും ദിലീഷ് പോത്തൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ദിലീഷ് പോത്തനൊന്നും അത് പറയണ്ട, ആ സ്പൂൺ ഫീഡിങ് പരിപാടി വേണ്ടാന്ന് എനിക്ക് ആ ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ചില പ്രേക്ഷകർക്ക് അത് ആവശ്യമാണ്. എന്നാൽ പോലും അതില്ലാതെയും ആ പെയിൻ, ആ യാത്ര, ഇത് മുഴുവൻ നമ്മളെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ രണ്ട് പെർഫോമേഴ്സിന് നിറഞ്ഞു നിന്ന് പെർഫോം ചെയ്യാനുള്ള, അവരെ ഊറ്റിയെടുക്കാനുള്ള മുഴുവൻ പരിപാടികളും ഈ തിരക്കഥയിലുണ്ടായിരുന്നു. ഷാഹി കബീറാണ് ഇതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ആ മികവുണ്ടല്ലോ, ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റോറി എഴുതുന്നതിലെ മികവ്, അത് വേറെ ലെവലാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പോലീസ് കയറി വളരെ കുറച്ച് കാലം മാത്രമായിട്ടില്ല, എനിക്ക് തോന്നുന്നു ആ സ്റ്റേഷനിലേക്ക് വന്ന് 6 മാസം മാത്രമായിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ളൊരു പോലീസുകാരനാണ് റോഷൻ മാത്യു. റോഷൻ മാത്യുവിൻ്റെ ആംഗിളിലാണ് നമ്മൾ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കാണുന്നത്. പതിയെ റോഷൻ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളെ കൂടി നമ്മളെ കാണിച്ചു തന്നുകൊണ്ട്, ഇതിൽ ഞാൻ പറഞ്ഞില്ല, കുട്ടിയൊക്കെ വെച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അവിടെയൊക്കെ റോഷൻ്റെ പകപ്പ് കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമ്മളെങ്ങനെയാണോ ഈ സംഭവങ്ങളെ കാണുന്നത് അതുപോലെയാണ് റോഷനും കാണുന്നത്. അപ്പോൾ അയാൾ നമ്മൾ എന്ത് എക്സ്പ്രഷനാണോ കൊടുക്കേണ്ടത് അതിനെയാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര പരിപാടിയാണ്. അത് റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പയ്യെ ദിലീഷ് പോത്തനിലേക്ക് വരുന്നുണ്ട്. റോഷൻ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി ദിലീഷ് പോത്തൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായി മാറുമ്പോൾ ആ രീതിയിലേക്ക് പ്രേക്ഷകനെ മാറ്റിയെടുക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു യൂണിവേഴ്സ് ബിൽഡിംഗ് എന്നൊക്കെ പറയാവുന്ന കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക്കാണ്. അനിൽ ജോൺസൺ ചെയ്തു വെച്ചിരിക്കുന്ന സംഗീതം ഒരു ഘട്ടത്തിൽ പോലും സിനിമയുടെ മോളിൽ കയറിയിരിക്കുന്നില്ല. അതായത് ഇപ്പോൾ ചില സിനിമയൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് തോന്നുക. സിനിമയിൽ അങ്ങനെ ചിലപ്പോൾ കാര്യമായിട്ട് ഉണ്ടാവും, എന്നാൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ മുകളിൽ നിൽക്കുക. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഇമോഷൻസ്, സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഡിപ്രഷനായി അതിൻ്റെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളായി സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇരിക്കണമല്ലോ, അതിനിടുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പുറകെ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ കറക്റ്റ് സ്കെയിലിൽ ആ ഇമോഷൻസ് ഈ സിനിമയുടെ ഒരു സ്ട്രെങ്ത് ഒന്നും ചോർന്നു പോകാതെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിക് മാത്രമല്ല, ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് പരിപാടികളൊക്കെയും വളരെ ഗംഭീരമായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ സിനിമ കാണുന്നത് ഫോറം മാളിൽ PVR OD 3 എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ വിഷ്വൽ സൈഡിലേക്ക് വരുമ്പോൾ
ആർട്ട് വർക്കും പറയണം, ആർട്ടിസ്റ്റിനെയും പറയണം. കാരണം ഇതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ പറയുന്നത് ഒരു പോലീസ് ജീപ്പ് വേണമെന്ന് പറയുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങനെയല്ല. ആ പോലീസ് ജീപ്പ് കണ്ടാൽ നമുക്കറിയാം ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ജീപ്പ് ഉണ്ടാവും, ഇങ്ങനെ പഴകി പൊളിഞ്ഞ് ഒരു ലെവലായി നിൽക്കുന്ന ഒരു ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പ് ഓടി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മളും ഇങ്ങനെ ആലോചിക്കുന്നത് ഇതൊക്കെ ഇവന്മാർക്ക് നന്നാക്കിക്കൂടെ, ഇതിൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്താണ് എന്നുള്ളത് ദിലീഷ് പോത്തൻ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയാൻ ആഗ്രഹിച്ച, നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഇത് കണ്ട് നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ കാരണങ്ങളും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങൾ നമ്മളോട് പറയുന്ന പോലെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഡീറ്റെയിലിംഗ് പരിപാടി എനിക്ക് കുറേ സ്ഥലത്ത് ഫീൽ ചെയ്തു. പിന്നെ രാത്രി കാഴ്ചകളാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഭീകരതയുണ്ട്, എന്നാൽ അതേസമയം നല്ല തണുപ്പും മഴയും അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. മനേഷ് മാധവനാണ് ഇതിൻ്റെ DOP ആൻഡ് പ്രവീൺ മംഗലത്താണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 2 ഇടങ്ങളിൽ എനിക്ക് വിസിബിളായി ഫീൽ ചെയ്ത കാര്യങ്ങൾ, ഒന്ന് ഇവർ മദ്യപിക്കുന്നൊരു സീനുണ്ട്, അവിടെ പെട്ടെന്നൊരു കട്ട്, ഒരു ജമ്പ് എവിടെയോ ഫീൽ ചെയ്തു. അത് പിന്നെ ഈ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അതുപോലെ തന്നെ ഇവർ ഒരു പെൺകുട്ടിയെ കാണാതാവുന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ അകത്തെ കോൺവെർസേഷൻ കാണിക്കുന്ന സമയത്ത് വിഷ്വൽ എന്തോ എനിക്ക് പെട്ടെന്ന് സീരിയൽ കൈൻഡ് ഓഫ്, അതിൻ്റെ ഒരു കളറിങ്ങും എന്തോ ഒന്നും മാച്ച് ആവാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേണിലും ഒക്കെ അതിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിടാം എന്ന് വിചാരിച്ചിട്ട് ചെയ്താണോ എന്ന് അറിയില്ല. അവിടെ എനിക്കൊരു കുറവ് ഫീൽ ചെയ്തു എന്തോ. പിന്നെ ഈ പോലീസ് പെട്രോളിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ കൂടി പോകുന്ന പോലീസുകാർ അവർ പറയുന്ന ഡയലോഗ് ഇത്രയൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഒരു നാട്ടിൽ ഇത്രയധികം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണമല്ലോ ഒരു നേരം പുലരാൻ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് പോലും ബോറടിക്കാതെ, എവിടെയും നമുക്കൊരു ഇഴച്ചിൽ ഫീൽ ചെയ്യാതെ വളരെ എൻഗേജിങ് ആയി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. മറ്റൊരു വലിയ പോസിറ്റീവ്, ഒരു പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്നായി എനിക്ക് ഫീൽ ചെയ്തത് സൈക്കോളജിക്കൽ പരിപാടികളെ അത് കാണിച്ചിരിക്കുന്നതും അതിന് കൊടുത്തിട്ടുള്ള റെസ്പെക്റ്റുമാണ്. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്, മറ്റേ കാമുകൻ പറ്റിച്ചിട്ട് പോയി എന്ന് പറയുമ്പോഴേക്കും ഇരുന്ന് കരയില്ലേ, അതുകൊണ്ടും ഡിപ്രഷൻ ഉണ്ടാവും. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ സങ്കടങ്ങളെ ഡിപ്രഷൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ മാറേണ്ടത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് വന്നു പോയിട്ടുള്ള ആളുകൾക്കും അത് വന്ന ആളുകളെ ഡീൽ ചെയ്തിട്ടുള്ള ആളുകൾക്കും വെറുതെ സങ്കടം ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെ പോലും ഡിപ്രഷനായി മാർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ദേഷ്യവും സങ്കടവും തോന്നും. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മൾ പുറമേ കാണുന്ന പരിപാടിയേ അല്ല. അതിൻ്റെ ആ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതി വച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു വൃത്തി ഉണ്ടല്ലോ, ഒരു ഭയങ്കര നീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയൊന്നും ഈ സിനിമയ്ക്കുണ്ട്. എല്ലാവർക്കും ഈ സിനിമ മുഴുവൻ എടുത്ത് നോക്കിയാൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് നമുക്കൊരു ലൈൻ ഇങ്ങനെ പോകുന്നത് കാണാം. ഇവരുടെ ഒക്കെ മാനസികാവസ്ഥ, അത് ബിൽഡ് ചെയ്തിരിക്കുന്ന അവരുടെ പാസ്റ്റ്, ഇപ്പോൾ അവരെന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇനി അവരെന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഊഹിക്കാൻ പോലും പറ്റുന്ന രീതിയിൽ ഇവരുടെ ഒക്കെ മാനസികാവസ്ഥയെ കൃത്യമായി മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. റോഷൻ്റെ അച്ഛൻ്റെ പാസ്റ്റ് പറയുമ്പോൾ, ദിലീഷ് പോത്തൻ്റെ പാസ്റ്റ് പറയുമ്പോൾ, അവിടെ മാത്രമാണ് എനിക്ക് ഒരു സ്ഥലത്ത് ദിലീഷ് പോത്തൻ ഇത് വന്ന് കഥ പറയുന്നുണ്ട്. നമ്മുടെ ടിപ്പിക്കൽ മലയാള സിനിമകളിൽ കാണുന്നത് പോലെ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാര്യം അതിന് മുമ്പ് ഓരോ ഷോട്ടുകളിലൂടെയും ശ്രദ്ധിച്ചിരുന്ന് കാണണം കേട്ടോ. ഡേറ്റും ഇയറൊക്കെ കാണിക്കുമ്പോൾ ആ ഇയറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഈ പറയുന്നതിന് മുമ്പ്, സിനിമയിൽ ഇത് പറയുന്നതിന് മുമ്പ് സ്റ്റോറി എനിക്ക് മനസ്സിലായി, എനിക്ക് ആ പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസും കൂടി വന്ന് കയറുന്നത്. അത് നമുക്ക് പറയാം. ത്രൂ ഔട്ട് ഈ മാനസികാവസ്ഥകളെയൊക്കെ വളരെ ഗംഭീരമായി അടയാളപ്പെടുത്തി പോകുന്ന സിനിമ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ അതിൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളതും കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിന് മുമ്പുള്ള ഷാഹി കബീർ സിനിമകളിൽ നമുക്ക് കുറേയൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എനിക്ക് തോന്നുന്നു അത് കുറേയും കൂടി ഇൻ ഡെപ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി പറയേണ്ടതാണ് പെർഫോമൻസസ്. റോഷൻ മാത്യു സിനിമയുടെ ഒരു വലിയ ഭാഗം, അല്ലെങ്കിൽ സിനിമയുടെ തുടക്കത്തിലെ കുറേ ഭാഗം നമ്മൾ കാണുന്നത് റോഷൻ മാത്യുയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇരുന്ന് നമ്മളെ കൊണ്ട് സിനിമ കാണിച്ചു തരാണ്. സ്ക്രിപ്റ്റിൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ റോഷൻ കാണുകയാണ്, റോഷന് ഇങ്ങനത്തെ ചൊറു സ്വഭാവമായിട്ട് ഫീൽ ചെയ്യും, റോഷൻ പകച്ച് നിൽക്കും, നമ്മളും പകച്ച് നിൽക്കും. കാര്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമോ, ഇപ്പോൾ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്കറിയില്ലല്ലോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ആ ഭീകരത, അന്താളിപ്പൊക്കെ നമുക്കുണ്ടാവും, നമുക്കൊരു ജീവൻ മരണ പോരാട്ടം പോലെയൊക്കെ തോന്നും. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പോലീസുകാരൻ കാണുന്നത് അത് വേറൊരു ആംഗിളിലാണ്. അപ്പോൾ റോഷൻ്റെ ആംഗിളിൽ കഥ പറയുന്ന സമയത്ത് പ്രേക്ഷകൻ എങ്ങനെയാണോ അത് കാണുന്നത്, ആ ഒരു അന്താളിപ്പിലും അമ്പരപ്പിലും ഒക്കെ തന്നെ കാര്യങ്ങളെ ഡീൽ ചെയ്തുകൊണ്ട് ഒരാവേശമൊക്കെ കാണിച്ചുകൊണ്ട് അത് റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരച്ഛൻ, ഒരു മകൻ, ഒരു ഭർത്താവ്, അവരുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കുറേ എക്സ്പ്രഷൻസ്, ബഹുമാനമുണ്ട്, അതേസമയം ചൊറി സ്വഭാവത്തിനോട് നമുക്ക് ഇഷ്ടക്കേടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ റോഷൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. റോഷൻ്റെ സോണി ലിവിൽ റിലീസായ ഒരു വെബ് സീരീസ് കണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാരക പരിപാടിയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലും റോഷൻ മാത്യു എന്താണ് എന്നുള്ളത് വീണ്ടും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദിലീഷ് പോത്തൻ, ഈ സിനിമയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയക്ക് നാഷണൽ അവാർഡ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ദിലീഷ് പോത്തന് കൊടുക്കാൻ പറയും. അമ്മാതിരി പെർഫോമൻസാണ്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നൊരു ചൊറിയൻ ഒരു പോലീസുകാരനുണ്ട്, പക്ഷേ
അയാൾ ഭാര്യയോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം അതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അയാളുടെ മനസ്സിൽ വേറൊരു, അതായത് നമ്മൾ പുറമേ കാണുന്ന ഈ ഗൗരവക്കാരൻ എന്നുള്ളതിന് അപ്പുറത്തേക്ക് അയാളുടെ ഉള്ളിൽ ഒരുപാട് പെയിനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഫാമിലി ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് പതുക്കെ നമ്മുടെ മുന്നിൽ അവർ തുറന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുത്ത് മറന്നു പോരുതെന്ന് വിചാരിച്ചിട്ട് ഈ സിനിമയൊന്നും കാണുമ്പോൾ നമുക്ക് ഫോൺ എടുത്ത് നോക്കാനൊന്നും തോന്നില്ല, ബോറടിച്ച് നോക്കാനൊന്നുമല്ല. പക്ഷേ ഈ ഒരു സിംഗിൾ ഷോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മഹാപാപ ആവുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് നോട്ട് പാഡിൽ ഒറ്റ കാര്യം മാത്രം എഴുതി, കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ദിലീഷ് പോത്തൻ അങ്ങേരുടെ ഫേസിലാണ് ആ ക്യാമറ വെച്ചേക്കുന്നത്. ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഒക്കെ നിൽക്കുമ്പോൾ ഇയാളുടെ മുഖത്താണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അതൊരു ബ്രില്യൻ പരിപാടിയാണ്. ഇയാൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അയാളുടെ ഉള്ളിൽ എന്തുമാത്രം അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അയാൾ കടന്നു പോയിട്ടുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് സിനിമയിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വൻ പരിപാടിയാണ്. അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ട്. ഞാൻ പറയുന്നത് അയാൾ തല്ലുമ്പോൾ അയാളുടെ സ്ഥാനത്ത് അയാൾ കൊന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ആ ക്യാരക്ടർ. ആൻഡ് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസുകാരൻ്റെ ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നത് അയാളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അയാളുടെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും ഒക്കെ ഉണ്ടാകുന്ന, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ OTTയിൽ പോലും വന്നിട്ട് പോലും ആളുകൾ കണ്ടിട്ടില്ലാത്ത കുറേയേറെ സിനിമകളുണ്ട്. ആ സിനിമകളിലൊക്കെ ചിലതൊക്കെ എനിക്കും ബോറടിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവിടെയൊക്കെ ദിലീഷ് പോത്തൻ ആസ് എ പെർഫോമർ ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ അതിൻ്റെ കുറേ കൂടി മാരകമായിട്ടുള്ളൊരു വേർഷൻ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവരുടെയൊക്കെ ഭാര്യമാരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ലക്ഷ്മി വ്ളോഗറാണ്, ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരി, ഞാൻ അവരുടെ റീൽസൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. പക്ഷേ ഈ സിനിമയിലുണ്ടല്ലോ അവർ മുത്താണ്. അതായത് നമ്മളെ റീലൊക്കെ കാണുന്നതിന് വിട്ടിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് മരിച്ച് അതൊന്നുമല്ല, പക്ഷേ ഭയങ്കര കൺവിൻസിങ് ആണ്. ഭയങ്കര കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ഈ അഭിനേതാക്കളെ സെലക്ട് ചെയ്തെടുത്ത് തന്നെ സംവിധായകൻ ഒരു 90% ജയിച്ചിട്ടുണ്ട്. കാര്യം അത്രയും ആപ്റ്റായിട്ടുള്ള ആൾക്കാരെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. മറ്റു പോലീസുകാർ പല സിനിമകളിൽ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള കുറേ മുഖങ്ങളുണ്ട്. റോഷൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള കൃഷ, ഇവരൊക്കെ ഇതിലും ബാക്കി നമ്മൾ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെയും എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഓരോ ക്യാരക്ടറിനും, ഇപ്പം ഇതിലൊരു പെൺകുട്ടി ഒളിച്ചോടുന്നു, ആ പെൺകുട്ടിയുടെ അമ്മ ക്യാരക്ടറുണ്ട് നന്ദിനി. അവർ ആകെ 3 സീനേ ഉള്ളൂ. ഒരു കലിപ്പ് സാധനം പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നതും അവരത് ഡെലിവർ ചെയ്തിരിക്കുന്നത്. തലമുറകളായി കൈമാറി വന്ന മറ്റേ കുടുംബത്തിൻ്റെ മാനം, ഗൗരവം, മതം, ജാതി, ഈ സാധനങ്ങളുടെ ഒക്കെ ഭീകരഭാവം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഡെലിവർ ചെയ്യണം. അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 സീനുകൾ, അതുപോലെ ഈ സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് അവർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചില ആളുകൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. സിനിമ കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പോയി തിയേറ്ററിൽ. അതൊരു വൻ ഇമ്പാക്റ്റാണ്. അതിനെ ഇമ്പാക്റ്റായി കണ്ടിട്ട് ആസ് എ മൂവി ഇവരിതിങ്ങനെ ചെയ്തല്ലോ എന്ന് കരുതി അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളെ അത് ഭയങ്കര ഡെസ്പാക്കുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇതിൽ ദളിത് കൊലപാതകം ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നായാട്ടിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ അതെങ്ങനെ എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഈ സിനിമയിൽ അവസാനം സോൾവ് ചെയ്യപ്പെടാത്ത അതിൽ പല സാധ്യതകളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളൂ എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ അത് ഫില്ല് ചെയ്തിട്ടില്ല. അതെവിടെയും ഒരു ഡയലോഗിലൂടെ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല. അപ്പോൾ ആ വിഷയത്തിനെ ഈ പ്രതിയില്ലാതെ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തിയോ എന്നെനിക്കൊരു സംശയം. പക്ഷേ അതും വേണമെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ആൻസർ വെച്ച് വളരെ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് ഇനി അവരടുത്ത സിനിമയിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് പെർഫോമൻസസ് കാണാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സൈക്കോളജിക്കൽ സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.